ഇന്നൊരു വെജിറ്റേറിയൻ ഡിഷാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങുമാണ് വേണ്ടുന്നത്. വെണ്ടയ്ക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. സെയിം സൈസിൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയും സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തോട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകും ജീരകവും ഇട്ടതിന് ശേഷം 2 പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും സവാളയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു. മൂടിയൊന്ന് തുറന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് വെച്ചിട്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ല്. അപ്പോൾ ഏകദേശം ഇപ്പോൾ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ഗരം മസാല ഇട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.